ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു വെറൈറ്റി മത്തി ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് കാണുന്ന പോലെ തന്നെയാണ്, ഇതാണ് പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാനൊരു കുഞ്ഞൻ മത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 10-15 കുഞ്ഞൻ മത്തി എടുത്തിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കണം. വീഡിയോ എടുക്കുന്ന സമയത്ത് ലൈൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ. ഇതൊന്ന് ലൈൻ ചെയ്യണം നിങ്ങൾ കേട്ടോ. ഒരു ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് മസാല നമുക്ക് കയറത്തുള്ളൂ. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ കഷ്ണം ഒരു ഇഞ്ചി അതിന് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 കഷ്ണം വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി ആണെങ്കിൽ കറക്റ്റായിരിക്കും. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒരു 3 പച്ചമുളക്, ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഒരു തേങ്ങ കേട്ടോ, നന്നായി ചിരകിയിട്ടുള്ള ഒരു തേങ്ങ. കാരണം നമുക്ക് മീൻ കുറച്ച് കൂടുതലുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. പിന്നെ 1 സ്പൂണ് വലിയ ജീരകം എടുത്തു കഴിഞ്ഞാൽ മീൻ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, എന്തെങ്കിലും ഒരു സ്മെല്ലൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ സ്മെല്ലൊക്കെ പോകാൻ അടിപൊളി കേട്ടോ. അതുപോലെ ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂണ് മുളക് പൊടി, ഒരു 10-20 കുരുമുളക് കേട്ടോ, മുഴുവനുള്ള കുരുമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കാൻ അരയ്ക്കുന്ന പോലെ അരച്ചാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് അരവ് കൂടുതൽ അരച്ചു. പിന്നെ പാകത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടീസ്പൂണ് നമ്മുടെ വെളിച്ചെണ്ണ കേട്ടോ, തേങ്ങാ വെളിച്ചെണ്ണ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മാത്രം മസാല എടുത്തിട്ട് നമ്മുടെ ഫിഷിലോട്ട് ഇട്ടിട്ട് ഫിഷിനെ ഒന്ന് നന്നായിട്ടൊന്ന് മസാല പിടിപ്പിച്ചെടുക്കണം. മുഴുവൻ മസാല എടുക്കണ്ട, കാരണം നമുക്ക് ബാക്കി മസാല നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ അത് ഞാൻ പിന്നെ വഴി പറയാം. നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ മസാല ഉണ്ടല്ലോ, ഇത്രയും മസാല നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നെ ആവശ്യമുണ്ട് കേട്ടോ. നന്നായി മസാലയൊക്കെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മിനിമം റെസ്റ്റിന് വെക്കാം കേട്ടോ. എങ്കിൽ മാത്രമേ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു 2-3 മണിക്കൂർ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അതിനുശേഷം ഒരു ഫ്രൈ പാൻ എടുക്കുക. നല്ല ആട്ടിയ തേങ്ങ എണ്ണ എടുക്കുക കേട്ടോ. കാരണം ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോണ്ടല്ലോ നല്ല തേങ്ങ എണ്ണയിൽ അങ്ങോട്ട് വറുത്തെടുക്കുമ്പോൾ ഒരു മണമുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് ഒരു 4-5 നമ്മുടെ കറുവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മീനിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിടണം, ഹൈ ഫ്ലെയിമിലിടരുതിട്ടോ. കാരണം തേങ്ങയുള്ളത് കാരണം അത് നന്നായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടേ, ഇതുണ്ടോ നമ്മൾ റെസ്റ്റിന് വെച്ചത് ടൈം പോരാത്തതുകൊണ്ടാണ് കേട്ടോ മസാല നന്നായിട്ട് അതിലോട്ട് പിടിക്കാത്തത്. നമുക്കൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടേ അതിൻ്റെ മേലെ ഒന്നുകൂടെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മസാല വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതാണ്ടോ ഞാൻ മറിച്ചിട്ടിട്ട് ഒരു ലൈറ്റായിട്ട് മസാലയൊക്കെ അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴേക്കും മത്തിയ നേരം പെട്ടെന്ന് വേവും. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ റെഡിയാവും. ഇതാ മത്തി നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി വറുത്ത് റെഡി ആയിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയാണ് മെയിൻ പരിപാടി വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. വെന്ത് റെഡി ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി പരിപാടികൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിതിൽ എണ്ണയൊക്കെ ഇതിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വേറൊരു പാത്രത്തിൽ അതുപോലെ തന്നെ ഫ്രൈ പാൻ എടുത്തിട്ട് എണ്ണ ചൂടാക്കിയിട്ട് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മസാല അതിനെ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മെല്ലെ നമുക്കതിനെ ഇതിലെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ പോകുന്നവരെ നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി ഈ പരുവാണ് കേട്ടോ. അതാണ്ടോ ഈ പരുവം ഉണ്ടാവണം. അടിപൊളി മസാല കാണുമ്പോൾ തന്നെ എന്താ രസമല്ലേ. നമുക്ക് ഇതിലോട്ട് നിന്നിട്ട് നമ്മുടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ നമുക്ക് ഇതിലിട്ട് കൊടുക്കണം. ഈ പരുവായതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ മീൻ എടുത്തിട്ട് നമുക്ക് ഇതിലാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മസാല എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്തറിയോ, അതൊക്കെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കളർഫുള്ള് നല്ല ഒരു കിണ്ണം ചോറൊക്കെ അടിച്ചങ്ങോട്ട് പോവും. അടിപൊളി സാധനം കേട്ടോ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിന് ശേഷം നമുക്കൊന്ന് സെർവ് ചെയ്യാം. സെർവ് ചെയ്തിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, ഇത് വെറുതെ കഴിക്കാൻ തന്നെ സൂപ്പർ സാധനം കേട്ടോ. അതിങ്ങോട്ട് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ടല്ലോ, ആ തേങ്ങ ഇങ്ങനെ നമ്മുടെ ഫിഷ് ഉണ്ടല്ലോ ജസ്റ്റ് ഒന്നിങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് ആ തേങ്ങാപ്പീരയും ഇതെല്ലാം ആ മസാല ഉണ്ടല്ലോ അതിലോട്ട് അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്താ പൊന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളുണ്ടല്ലോ ഫുള്ള് പച്ചപ്പ് ബാക്ക്ഗ്രൗണ്ട് ആക്കി നിർത്തിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഓക്കെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ ബൈ.